കോവിഡിന് മുൻപും ശേഷവും അങ്ങനെ നമ്മുടെ ലോകക്രമം മാറിയിട്ടുണ്ടല്ലോ. അതെ തീർച്ചയായിട്ടും കോവിഡിന് മുമ്പും പിമ്പും. അതെ തീർച്ചയായിട്ടും. അപ്പം ഒരുപാട് മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലും വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ പുതിയ രീതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം വിദ്യാർത്ഥികൾക്കിടയിൽ രാസലഹരിയുടെ വ്യാപനം അത് കൂടി എന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുന്നത്. ലഹരിക്ക് അടിമപ്പെടുന്ന ആൾക്കാരെ അല്ലെങ്കിൽ കുട്ടികളെ മോചിപ്പിക്കാനായി പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് പങ്കുവയ്ക്കുന്ന ചില അനുഭവങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അത് നമ്മുടെ നേരിട്ടും അല്ലാതെയും ഒക്കെ ഡോക്ടേഴ്സ് ഇത് പറയുന്നുണ്ട്. അതേസമയം ഈ വിപത്തിൽ നിന്ന് നമുക്ക് സമൂഹത്തെ വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയും ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വാക്കുകൾ വിലപ്പെട്ടതാണ്. അത് ശ്രദ്ധയോടെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, കാണുക. ചങ്ങനാശ്ശേരി സ്വദേശികളായ എഞ്ചിനീയറിംഗ് ദമ്പതികളുടെ മകൻ 13-14 വയസ്സ് പ്രായം ലഹരി വിമുക്തി കേന്ദ്രത്തിലേക്ക് അവനെ പോലീസ് അകമ്പടിയോടെ കൊണ്ടുവരുമ്പോൾ ഇന്നാട്ടിൽ ലഭ്യമായ രാസലഹരി വസ്തുക്കളുടെ പ്രധാന വിൽപ്പനക്കാരിൽ ഒരുവൻ കൂടിയായി മാറിക്കഴിഞ്ഞു അവൻ. ചികിത്സിക്കാൻ മുന്നിലിരുന്ന ഡോക്ടർമാർ പോലും ഭയപ്പെടുന്ന പ്രകൃതം. ആ 14-കാരൻ ഒരു പ്രതീകമാണ്. ഇളം തലമുറയിലേക്ക് പടർന്നു പിടിച്ച രാസലഹരിയുടെ ഇരയുടെ പ്രതീകം. ഒരു കാലഘട്ടത്തിൽ മദ്യപാനവും പുകവലിയും കഞ്ചാവും പോലുള്ള ലഹരിക്കടിമകളാണ് ഡി അഡിക്ഷൻ സെന്ററിൽ നിറഞ്ഞു നിന്നത് എങ്കിൽ ഇന്നത് രാസലഹരിയുടെ ഇരകളായ കുഞ്ഞുങ്ങളാണ്. എനിക്ക് അതിശയം തോന്നിയത് ഒരു 13 ഇയേഴ്സ് ഓൾഡുള്ള പയ്യൻ. അവൻ പറഞ്ഞു, സാറിന് ഏത് മെഡിസിൻ ഏത് ഡ്രഗ് വേണം ഞാൻ ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. 13 ഇയേഴ്സ് ഓൾഡ്. ഒന്ന് ആലോചിച്ച് നോക്കി. 13 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ് 8ാം ക്ലാസ്. അവന് അതിനെപ്പറ്റി എല്ലാം ഗ്രാഹ്യമുണ്ട്. ബിക്കോസ് അവനാണ് ഇത് പെഡൽ ചെയ്ത് കൊണ്ടുപോകുന്നത്, സപ്ലൈ ചെയ്യണത്. അപ്പോൾ അവന് പൈസ കിട്ടുന്നുണ്ട്. ഇത് ഡ്രഗ്സിന് വേണ്ടിയിട്ട് പൈസ, മൊബൈല്, ആ ടൈപ്പ് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തുമാത്രം നമ്മുടെ സമൂഹം നശിച്ച്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന സേക്രഡ് ഹാർട്ട് ഹോസ്പിറ്റലിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ഏറിയ പങ്കും ഇത്തരം കുട്ടികളാണ്. 25 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ളവർ. മിഠായിയുടെ രൂപത്തിലോ ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ രൂപത്തിലോ കൂട്ടുകാരുടെയോ അടുപ്പക്കാരുടെയോ സ്നേഹത്തിൻ്റെ രൂപത്തിലോ ലഹരി ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം സൗജന്യമായി കിട്ടിയിരുന്ന ഈ ലഹരി പിന്നീട് അത് വാങ്ങാനുള്ള പണത്തിനു വേണ്ടി അവരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കും. അതിൽ ആൺപെൺ ഭേദമില്ല. മെഡിസിൻ വിദ്യാർത്ഥികളും സർക്കാർ ഉദ്യോഗസ്ഥരും കോളേജ് അധ്യാപകരും സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരും ഇരകളാണ്. പുറത്തു വരാൻ വഴികളുണ്ട്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വരുന്ന പേഷ്യൻസ് ആദ്യത്തെ ഒരു 21 ഡേയ്സ് ഡീടോക്സിഫിക്കേഷൻ കഴിയുമ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം പേഷ്യൻസും കംഫർട്ടബിൾ ആവും. ചില പേഷ്യൻസ് പറയും, ഇപ്പോഴൊരു വെളിച്ചം വന്നേ, ഇപ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയത്, ഇപ്പോഴാണ് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനൊരു വെളിച്ചം കിട്ടിക്കഴിയുമ്പോൾ അതിനുശേഷം പേഷ്യൻറ്റിനെ സൈക്കോതെറാപ്പി കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർ ഇൻറ്റേർണലി മോട്ടിവേറ്റഡ് ആയാൽ ലഹരി നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില പേഷ്യൻസ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ് ഉണ്ട്, ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവർ. അങ്ങനെ വരുമ്പോൾ അവർക്ക് മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. അവർ ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല. അവരെല്ലാ പ്രശ്നങ്ങളും മറ്റുള്ളവരേക്ക് ബ്ലെയിം ചെയ്ത് എന്ത് ചെയ്താലും കുറ്റബോധമില്ലാത്തൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ വീണ്ടും ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കൽ ആ വഴിയിൽ വീണു പോയവർ പിന്നീട് അതൊരു ശീലമായി മാറ്റുകയാണ്. ഇഷ്ടമുള്ള മറ്റെന്തിനോടും തോന്നുന്നതിനേക്കാൾ ഭ്രമമാണ് ഇഷ്ടമുള്ള രാസലഹരിക്ക് അടിമയാകുന്നത്. അപ്പോൾ പെട്ടെന്ന് നിർത്താൻ പാടില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് കുറേശ്ശെ നിർത്താവുള്ളൂ എന്നുള്ളത്. ഈ കുറേശ്ശെ നിർത്താൻ പറ്റില്ല. കാരണം എത്ര കഴിച്ചാലും വീണ്ടും പഴയ അളവ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും നിർത്താൻ നോക്കുമ്പോൾ അതിൽ നിന്ന് പിന്നെയും കുറയുമല്ലേ. അപ്പോൾ ആ ഫില്ല് ചെയ്ത് കുറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഗൈഡൻസും കൃത്യമായിട്ടുള്ള സപ്പോർട്ടും എടുക്കണമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും ഇത് നിർത്തുന്നത് കൊണ്ട് പുതിയതായ ഒരു രോഗം ഉണ്ടാകുകയോ നിർത്തുന്നത് കൊണ്ട് ഒരു മരണം ഉണ്ടാകുകയോ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. 15 വയസ്സ് തൊട്ട് മേലോട്ടൊരു 25 വയസ്സ് വരെയുള്ള ആൾക്കാർ, മാക്സിമം 30 വയസ്സുള്ള ആൾക്കാരെ ഇപ്പം കൂടുതൽ. അപ്പം ഒന്നിൽ കൂടുതൽ ഡ്രഗ്സ്, ഇപ്പം സിഗരറ്റ് ആയാലും MDMA ആയാലും കഞ്ചാവായാലും നമ്മൾ അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്പിൾ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ മാറത്തുള്ളൂ. ഇത് എത്ര എടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരി ഇതെടുത്തു കഴിയുമ്പോഴുള്ള ബിഹേവിയർ പ്രശ്നങ്ങളാണ് കൂടുതലും വീട്ടുകാരെ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. വളരെ അപ്രതീക്ഷിതമായി ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റമല്ല ഇത്. കള്ളും കഞ്ചാവും കറുപ്പും മയക്കുമരുന്നും രാസലഹരിയും ഒരുപോലെ വിപത്താണ്. പലപ്പോഴും കുടുംബങ്ങളിലെ കെട്ടുറപ്പുകളാണ് ചിലരെയെങ്കിലും ഇങ്ങോട്ടേക്ക് വഴി നടത്തുന്നത്. സുലഭമായി പെട്ടിക്കടകളിൽ പോലും ആരാരും അറിയാതെ വിൽക്കപ്പെടുന്ന വസ്തു, നിയമത്തിൻ്റെ പഴുതുകളിലൂടെ വീണ്ടും തുറന്നു കിട്ടുന്ന സ്വാതന്ത്ര്യം, പുതിയതിനെ പരീക്ഷിക്കാനുള്ള കൗമാരക്കാരുടെ കൗതുകം. ലഹരി വിൽപ്പനക്കാർക്ക് ഇതെല്ലാം വളമാണ്. പെട്ടുപോകാൻ അവസരമുണ്ട് എന്നതുപോലെ രക്ഷപ്പെടാനും നിരവധി അവസരങ്ങൾ ഈ നാട്ടിലുണ്ട്. സമൂഹത്തിലെ നിലയും വിലയും ഓർത്ത് പലരും അതിന് തുനിയാറില്ല. ഫലമോ ഒരു തലമുറ അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്ന വലിയ കാഴ്ചയും. തീവെട്ടത്തിലേക്ക് ഈയാം പാറ്റകളെ എന്ന പോലെ ആകർഷിച്ച് വിഷം നൽകി കൊന്നുകളയാൻ ഒരു കൂട്ടം വേട്ടക്കാരുണ്ട് ഈ നാട്ടിൽ. നന്മയുടെ പ്രകാശം വിതറി നമ്മുടെ ഇളം തലമുറയെ ഇനിയെങ്കിലും നമുക്ക് ചേർത്ത് പിടിക്കാം.
ലാൽകൃഷ്ണൻ, 24, തൊടുപുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.